നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളിപ്പോ നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് 2025 മാർച്ച് കലണ്ടറാണ്. മാർച്ച് മാത്രമല്ല, ബാക്കിയുള്ള മന്ത്സും താഴെയുണ്ട്. മാർച്ച് ഉണ്ട്, ഏപ്രിൽ ഉണ്ട്, മെയ് ഉണ്ട്, ജൂൺ ഉണ്ട്. നിങ്ങളുടെ എക്സാമിനേഷൻ എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ജൂൺ 11 തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാ സ്റ്റാർട്ട് ചെയ്യുന്ന മകളെ? ഈ വരുന്ന ജൂൺ 11 തീയതി. സംശയം ഉണ്ടോ? നിങ്ങൾക്ക് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും, നിങ്ങളുടെ ടൈം ടേബിൾ ആണ് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ഈ വരുന്ന ജൂൺ 11 തീയതിയാണ് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ശരി, അപ്പൊ ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ഇനിയും ഈ വരുന്ന ജൂൺ 2025 എക്സാമിനേഷൻ എഴുതണമോ വേണ്ടേ, അതോ സ്കിപ്പ് ചെയ്തിട്ട് ഡിസംബർ 2025 എക്സാം എഴുതിയാൽ മതിയോ എന്ന് ചിന്തിച്ചിരിക്കുന്ന നമ്മുടെ CMA ഇന്റർമീഡിയറ്റ് ആസ്പിറൻസിന് എക്സ്ക്ലൂസീവ്ലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഈ വരുന്ന ജൂൺ 2025 എക്സാമിനേഷന് വേണ്ടിയിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബാച്ച് അനൗൺസ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ബാച്ചിൽ കുറെ സർപ്രൈസ് ഉണ്ട് മക്കളെ. നിങ്ങൾക്ക് ഫീസ് റീഫണ്ടിന്റെ സർപ്രൈസ് ഉണ്ട്. അതുപോലെ നമുക്ക് ഫൈനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു 10 പേർക്ക് ഒരു സ്കോളർഷിപ്പ് ഉണ്ട്. ഇനി നമ്മുടെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് ഏറ്റവും നല്ല മാർക്ക് വാങ്ങി പാസ്സാവാൻ പോണ കുട്ടിയില്ലേ, അവന് ഒരു അടിപൊളി എക്സൈറ്റിംഗ് ഗിഫ്റ്റ് കൂടിയുണ്ട്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എനിക്ക് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ജൂൺ 2025 എക്സാമിനേഷൻ ആണ്. ഇനിയുള്ള ദിവസങ്ങളിൽ അത് പോസിബിൾ ആവോ ഇല്ലേ എന്നാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. നമുക്കിനി നമ്മുടെ കയ്യിൽ മൊത്തം എത്ര ദിവസങ്ങളുണ്ടെന്ന് കൗണ്ട് ചെയ്യാം. ശരി, ഞാൻ ഈ മാർച്ച് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണേ. നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് മാർച്ച് 18 തീയതി. പക്ഷെ ഞാൻ ഈ മാർച്ചിന്റെ എല്ലാ ദിവസങ്ങളും കംപ്ലീറ്റ് അങ്ങ് തീർക്കാണ്, വേണ്ടാന്ന് വെക്കാണ്. ഏകദേശം മാർച്ചിൽ നമുക്കിനി ഒരു 10 അല്ലേ, ഓൾമോസ്റ്റ് 10 ദിവസത്തിൽ കൂടുതൽ മാർച്ചിലുണ്ട്. എങ്കിൽ ഞാൻ ആ മാർച്ച് അങ്ങ് വേണ്ടാന്ന് വെക്കാം. നമുക്ക് ഏപ്രിൽ മൊത്തം നമുക്കൊരു 30 ദിവസമുണ്ട്. ഏപ്രിൽ കുറെ വെക്കേഷൻസ് ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പെരുന്നാൾ കഴിഞ്ഞതിന്റെ ലാസ്റ്റ് ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് എനിക്കൊന്ന് ഈസ്റ്റർ ഈ മന്തിലാണ് വരുന്നതെന്നാണ് തോന്നുന്നത്. അതുപോലെ വിഷു ഈ മന്തിലാണ് വരുന്നത്. അങ്ങനെ കുറച്ച് സെലിബ്രേഷൻസ് ഉണ്ട്. കുഴപ്പമില്ല. എങ്കിലും ആ സെലിബ്രേഷൻ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ മാർച്ചിലെ ദിവസങ്ങളെ വേണ്ടാന്ന് വെച്ചത്. അപ്പൊ ഏപ്രിൽ നമുക്കൊരു 30 ദിവസമുണ്ട്. മെയ്യിൽ നമുക്കൊരു 31 ദിവസമുണ്ട്. അപ്പൊ ഒരു 60 ദിവസമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ജൂണിൽ നമുക്കൊരു 10 ദിവസമുണ്ട്. ടോട്ടലി നമ്മുടെ കയ്യിൽ എഫക്റ്റീവ്ലി പഠിക്കാൻ ഒരു 70 ദിവസമേ ഉള്ളൂ. ഈ 70 എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ മാർച്ചിലെ ഡേയ്സ് മാറ്റി വെച്ചത്. കാരണം ഞാൻ ഈ പറഞ്ഞ കുറച്ച് ലീവുകൾ വരാറുണ്ട്, കുറച്ച് സൺഡേസ് വരാനുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് വല്ല കല്യാണത്തിനോ കുറച്ച് പരിപാടികൾക്കൊക്കെ പോകേണ്ടി വരും. അതെല്ലാം മാറ്റി നിർത്തിയിട്ട് നമുക്ക് എഫക്റ്റീവ്ലി പഠിക്കാൻ ഇനി ഈ ജൂൺ എക്സാം ക്രാക്ക് ചെയ്യാൻ ഒരു 70 ദിവസം മാത്രം മതി. എത്ര ദിവസം നമ്മുടെ കയ്യിലുള്ളത്? 70 ദിവസമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 70 ദിവസത്തിൽ നിന്ന് കുറച്ച് ദിവസം മാത്രം മാറ്റി വെച്ചുകൊണ്ട് ഈ ജൂൺ എക്സാം ഓറിയന്റഡ് ആയിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ള ഗൈഡൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബാച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതുപോലെ ഒരു 2-3 അറ്റംപ്റ്റ് മുന്നേ, എക്സാമിന് മുന്നേ, ഒരു ഡിസംബർ എക്സാമിനേഷന് വേണ്ടിയിട്ട് സെപ്റ്റംബർ 29 തോന്നുന്നു, ഞാനൊരു ബാച്ച് അനൗൺസ് ചെയ്തിരുന്നു. ആ ബാച്ച് അനൗൺസ് ചെയ്ത് ആ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടിക്ക് റാങ്ക് ഉണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ട് നിങ്ങൾ ഓൾറെഡി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഏകദേശം 70+ സ്റ്റുഡൻസ് ആണ് നമ്മുടെ CMA ഇന്റർമീഡിയറ്റില് നിങ്ങളിപ്പോ ഈ കാണുന്നത് പോലെയുള്ള ഞാനിപ്പോ അനൗൺസ് ചെയ്യാൻ പോണ ഈ ബാച്ചിൽ ഇരുന്നിട്ട് പഠിച്ച് പാസ്സായത്. നമുക്ക് ഒരു അറ്റംപ്റ്റില് 150 സ്റ്റുഡൻസ് പാസ്സായ വർഷങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പാർട്ട് ഫ്രം ദാറ്റ്, നമുക്ക് എന്തായാലും ഈ ജൂൺ എക്സാമിനേഷൻ എഫക്റ്റീവ്ലി പഠിച്ചു തീർക്കാൻ പറ്റുമോ? ഞാൻ ജസ്റ്റ് ഒരു അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ടൊന്നും അല്ല പറയുന്നത്. നമുക്ക് എഫക്റ്റീവ്ലി പഠിച്ചു തീർക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സ്വപ്നം വിൽക്കാനല്ല വന്നത്, യാഥാർത്ഥ്യത്തെ നിങ്ങളുടെ ഒരു 6 മാസത്തെ സേവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ശരി, ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം, നിങ്ങളുടെ മനസ്സിലുള്ള ആദ്യത്തെ ചോദ്യം, ബാക്കിയുള്ള നിങ്ങൾ നോക്കിയാൽ മതി, ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ, ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ട്, അതുപോലെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഒരുപാട് പേരുണ്ട് നമ്മുടെ ഈ മാർക്കറ്റിൽ. എന്തുകൊണ്ട് നമ്മുടെ ക്ലാസ് പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം? ശരി, ഈ ഒരു ചോദ്യത്തിന് ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഉത്തരം പറയുന്നില്ല. ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. ഞാൻ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ബാച്ചിന്റെ പേര് ഓൺലൈൻ റെഗുലർ ഫാസ്റ്റ് ട്രാക്ക് ക്ലാസ് എന്നാണ്. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ സംസാരിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പഠിക്കാനായിട്ട് ഒരു എഫക്റ്റീവ്ലി ഒരു 70 ഡേയ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. അത് പഠിക്കാൻ മാത്രമല്ല, പഠിക്കാനും റിവൈസ് ചെയ്യാനും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും എക്സാമിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് എത്ര ദിവസം കിട്ടും? 70 ദിവസം കിട്ടും. അപ്പൊ 70 ദിവസം ടൈം വേസ്റ്റ് ചെയ്യാണ്ട് പഠിക്കുകയാണെങ്കിലേ നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റും. കറക്റ്റ് അല്ലേ? ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇന്റർമീഡിയറ്റ് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇനഫ് ടൈം ഉണ്ട്. സിംഗിൾ ഗ്രൂപ്പ് ആണെങ്കിൽ ആടിപ്പാടി നിങ്ങൾ ചെയ്യാനുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്തുകൊണ്ട് പഠിച്ചു തീർക്കാനുള്ള ടൈം നിങ്ങൾക്കുണ്ട്. ഫൈനൽ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അതുപോലെ ബൂത്ത് ഗ്രൂപ്പ് ആണെങ്കിൽ നിങ്ങൾ കുറച്ച് ഫാസ്റ്റ് പേസിൽ പോകേണ്ടി വരും. ഇച്ചിരി എന്തെങ്കിലും സാക്രിഫൈസ് ടൈമിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക, അത്രമാത്രം ചെയ്താൽ മതി. എന്തായാലും പാസ് ആവാനുള്ള ടൈം ഇഷ്ടം പോലെ ഉണ്ട്. ശരി, അപ്പൊ നമ്മുടെ ക്ലാസിന്റെ പേര് ഓൺലൈൻ റെഗുലർ ഫാസ്റ്റ് ട്രാക്ക് ക്ലാസ് ആണ്. ജസ്റ്റ് ഈ 60 ദിവസം കൊണ്ട് തീർക്കുന്ന ഒരു ക്രാഷ് കോഴ്സ് ഒന്നുമല്ല. 3, 4, 5 ദിവസം കൊണ്ട് തീർക്കുന്ന വെറുതെ ഒരു ക്രാഷ് കോഴ്സ് ഒന്നുമല്ല ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു കംപ്ലീറ്റ് റെഗുലർ കോഴ്സ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ശരി, നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകൾ ഏതെങ്കിലും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതിന്റെ പോരായ്മ. ഒന്ന് ഗൂഗിൾ മീറ്റ്, സൂം, പിന്നെ സമയം.
പിന്നെ ഒരിക്കൽ ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ അതിന്റെ റെക്കോർഡിങ്സ് പിന്നെ കാണാൻ പറ്റില്ല. കാരണം ക്ലാസ്സിൽ കയറുമ്പോൾ തന്നെ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നില്ലേ, നെറ്റിന്റെ ഇഷ്യൂസ്, കുറച്ച് പേര് മൈക്ക് ഓൺ ആക്കുന്നു, മൈക്ക് ഓഫ് ആക്കുന്നു, കുറച്ച് പേരുടെ സില്ലി ആയിട്ടുള്ള ഡൗട്ടുകൾ, പിന്നെ പിള്ളേരുടെ കുറെ കുസൃതി, അങ്ങനെ കുറെ ടൈമൊക്കെ പോകും. അപ്പൊ എഫക്റ്റീവ്ലി നിങ്ങൾ ഒരു 1 hour ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അതിലൊരു ഹാഫ് അവേഴ്സ്, ഒരു 30 minutes മാത്രമായിരിക്കും പ്രോപ്പർ കണ്ടന്റ് ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ റെക്കോർഡിങ്സ് ഒന്നും പിന്നെ കേട്ട് കഴിഞ്ഞാൽ ഒരു സുഖമില്ല. കറക്റ്റ് അല്ലേ? അപ്പൊ ആ ഒരു എല്ലാ പ്രശ്നങ്ങളെയും കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്തുകൊണ്ട് മിനിമൽ ടൈം കൊണ്ട് മാക്സിമം എഫിഷ്യൻസിയിൽ നമ്മൾ പഠിക്കാം. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും, നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്കൊരു 98% ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യും. അത് സാറേ 98%? സോ അതെല്ലാവരും 100 എന്നാണല്ലോ പറയുന്നത്. ഈ 100 എന്ന് പറഞ്ഞൊരു ഫിഗർ ചില അതിശോക്തിയാണ്. നിങ്ങൾക്കറിയാം, ചില ടോപ്പിക്സ് ചെറിയ തിയറിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളോട് ഒന്ന് വായിച്ചു നോക്കാനായിട്ട് പറയും. ചിലപ്പോൾ നിങ്ങളുടെ ഇലുസ്ട്രേഷൻ എനിക്ക് തോന്നുന്നു, എനിക്ക് ടാക്സിനകത്ത് തന്നെ 5 heads of income കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 107, 110, 115 ഇലുസ്ട്രേഷൻസ് ഉണ്ട്. ആ 115 നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇലുസ്ട്രേഷൻസ് നമ്മൾ ചെയ്യും. പിന്നെ ചിലപ്പോൾ സിമിലർ നേച്ചറുള്ള ഇലുസ്ട്രേഷൻസ് ആയിരിക്കാം, ചിലപ്പോൾ പെർട്ടിക്കുലർ പ്രൊവിഷൻസ് പറയുന്ന ചെറിയ ഇലുസ്ട്രേഷൻസ് ഒക്കെ ആയിരിക്കും, അത് നിങ്ങളോട് ചെയ്യാൻ പറയും. അതുപോലെ പ്രോബ്ലം പേപ്പേഴ്സ്, ഇപ്പൊ കോസ്റ്റിങ്ങോ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങോ ഒക്കെ ഉണ്ട്, അതിലൊരു 10 ഇലുസ്ട്രേഷൻസ് ഉണ്ട്, 10 ഉണ്ട്, അതിൽ 9 നമ്മൾ ചെയ്ത് കാണിക്കും. ഒരെണ്ണം ചിലപ്പോൾ നിങ്ങൾക്ക് ഹോംവർക്ക് തരാം. അതാണ് ഞാൻ ഈ പറഞ്ഞ 98. അപ്പൊ പറയാനാണെങ്കിൽ നമുക്ക് 100 എന്നും പറയാം, എങ്കിലും ഞാൻ ചുമ്മാ പറയാണ്, ഒരു 98% ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യും. അതും എങ്ങനെ കവർ ചെയ്യുന്നത്? നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന ഓരോ സ്റ്റുഡൻസും ആദ്യമായിട്ടാണ് CMA ഇന്റർമീഡിയറ്റിന്റെ ഈ സബ്ജക്റ്റുകൾ ഡീൽ ചെയ്യുന്നത് എന്നാണ് നമ്മുടെ അസംഷൻ. അല്ലാണ്ട് നിങ്ങൾ ഓൾറെഡി ഇത് പഠിച്ചിട്ടില്ലേ, മുന്നേ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. അതുപോലെ ഇത് ഇമ്പോർട്ടന്റ് ടോപ്പിക് അല്ല, നമ്മൾ ക്രാഷ് കോഴ്സ് ആണേ, അപ്പൊ കുറച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ അത് മാത്രം പഠിക്കാം, അങ്ങനെയൊന്നുമില്ല. നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് തന്നെ പോണത്, പക്ഷെ നിങ്ങളുടെ ടോപ്പിക്സിന്റെ എല്ലാം നമ്മൾ പഠിക്കും അല്ലെ. ചുരുക്കത്തിൽ പറഞ്ഞാൽ 100%, എങ്കിലും യാഥാർത്ഥ്യം പറയുകയാണെങ്കിൽ ഒരു 98% ടോപ്പിക്, ഫുൾ ടോപ്പിക്സും നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കും. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഇലുസ്ട്രേഷൻസ് ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 ഉണ്ടെങ്കിൽ അതിലൊരു 8 എണ്ണമെങ്കിലും മിനിമം നമ്മൾ ക്ലാസ്സിൽ ഇലുസ്ട്രേറ്റ് ചെയ്ത് അത് ഡിസ്കസ് ചെയ്ത് കാണിച്ചു തരും. ഞാൻ ഒരു ഉറപ്പ് പറയാം മക്കളെ, അതായത് CMA ഇന്റർമീഡിയറ്റ് പഠിക്കുന്ന ഓരോ സ്റ്റുഡൻസും നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലുള്ള എല്ലാ ഇലുസ്ട്രേഷൻസിന്റെ അഡ്ജസ്റ്റ്മെന്റ്സും നിങ്ങൾക്ക് ഓക്കെയാണ്, എല്ലാം നന്നായിട്ട് മനസ്സിലായി. ഞാൻ ആ പ്രോബ്ലംസ് ഒരു 1-2 പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്, എനിക്കത് ക്ലിയർ കട്ടായിട്ട് മനസ്സിലായി, ഒരു പ്രശ്നമില്ലെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി വേണമെങ്കിൽ എഴുതി തരാം. നിങ്ങൾ എക്സാമിന് പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പോകും, അത് മതി. അതിനപ്പുറത്തൊന്നും ഭയങ്കര കടുകട്ടിയായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകളൊന്നും ഇന്റർമീഡിയറ്റിൽ നിങ്ങൾ ചോദിക്കില്ല. ഇനി ചോദിച്ചാലും ചിലപ്പോൾ നിങ്ങൾക്ക് റാങ്ക് മിസ് ആവുമായിരിക്കും, എങ്കിലും ഒരു ഗ്രൂപ്പിന് അഗ്രിഗേറ്റ് 200 കിട്ടാനായിട്ട് ഈ പറഞ്ഞ ഇലുസ്ട്രേഷൻസും പ്രാക്ടിക്കൽ പ്രോബ്ലംസും നന്നായിട്ട് അറിയാമെങ്കിൽ ഉറപ്പായിട്ടും മക്കളെ നിങ്ങൾക്ക് പാസ് ആവാനായിട്ട് പറ്റും. റാങ്ക് മേടിക്കാനും പറ്റും. ക്വസ്റ്റ്യൻ കുറച്ച് ഈസി ആണെങ്കിൽ റാങ്ക് മേടിക്കാം, ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞില്ലേ 200+ വാങ്ങിയിട്ട് നമുക്ക് പാസ് ആവാനായിട്ട് ഡെഫിനറ്റ്ലി പറ്റും. അപ്പൊ അതാണ് നമ്മുടെ ഓൺലൈൻ റെഗുലർ ഫാസ്റ്റ് ട്രാക്ക് ക്ലാസ്. അപ്പൊ ഇത് ലാസ്റ്റ് ടൈം ആണ്, നമുക്ക് എഫക്റ്റീവ്ലി 70 days. ആ 70 days എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ നമുക്ക് നമ്മുടെ ഫാക്കൽറ്റീസിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. നമ്മുടെ ഫാക്കൽറ്റീസിനെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ശരി, നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ഫാക്കൽറ്റീസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പേപ്പർ നമ്പർ 5 ഡീൽ ചെയ്യുന്നത് ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മി നിങ്ങൾക്ക് ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ് അറിയാലോ, ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ഫസ്റ്റ് പേപ്പറാണ്, പേപ്പർ നമ്പർ 5. ഇതിന്റെ പ്രത്യേകത എന്താ? കുറെ ലോസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പ്രസന്റേഷൻ ആണ് ഈ ലോയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം അല്ലെ. ഒരു കേസ് സ്റ്റഡി ആയിട്ടൊരു പ്രോബ്ലം നിങ്ങളോട് ചോദിച്ചു, അപ്പൊ നമ്മൾ അതിന് എഴുതുന്ന ഒരു ഫോമാറ്റ് ഉണ്ട്. ആദ്യം കേസ് സ്റ്റഡി എന്താണെന്ന് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതിനുശേഷം നമ്മുടെ ലോ കോട്ട് ചെയ്യുന്നു, ആ ലോ വെച്ചുകൊണ്ട് ഈ കേസ് സ്റ്റഡി നമുക്ക് എങ്ങനെ ഫിനിഷ് ചെയ്യാം, പിന്നെ കൺക്ലൂഷൻ അല്ലെ. അപ്പൊ പ്രസന്റേഷൻ ഇമ്പോർട്ടന്റ് അല്ലേ. ശ്രീലക്ഷ്മി നിങ്ങൾക്ക് ലോയ്ക്ക് നല്ല അടിപൊളി ഒരു നോട്ട് പ്രൊവൈഡ് ചെയ്യും, എല്ലാ ആസ്പെക്ട്സും ഇൻക്ലൂഡ് ചെയ്തിട്ട്, എല്ലാ കാര്യങ്ങളും ടെക്സ്റ്റിന്റെ ഡയറക്റ്റ് കോപ്പി പേസ്റ്റ് അല്ല. ശ്രീലക്ഷ്മി വളരെ ടൈം എടുത്ത് പ്രിപ്പയർ ചെയ്ത ഒരു അടിപൊളി നോട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഈ നോട്ട്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഈ നോട്ടിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ അതിനപ്പുറം നിങ്ങൾക്ക് അതിനകത്ത് വേറെ ഇന്റർ ക്വാളിഫൈ ചെയ്യാനായിട്ട് എക്സ്ട്രാ മെറ്റീരിയൽസോ കാര്യങ്ങളോ ഒന്നും പഠിക്കേണ്ടി വരില്ല. പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് റെഫർ ചെയ്യണം. എപ്പോഴാണെന്നറിയോ? ഇനി സപ്പോസ് ശ്രീലക്ഷ്മി ഏതെങ്കിലും ടോപ്പിക്ക് മിസ്സായി പോയിട്ടുണ്ടോ എന്ന് എന്നോട് പറയണ്ടേ, അത് പറയാനായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് റെഫർ ചെയ്യണം. അതല്ലാണ്ട് ഞാൻ ഈ പറഞ്ഞ ഇലുസ്ട്രേഷൻസും MCQs ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ടെക്സ്റ്റ് നോക്കിയാൽ മതി. അത്രയും കോൺഫിഡന്റ് ആണ് നമുക്ക് ഈ പറഞ്ഞ ലോസ് ആൻഡ് എത്തിക്സ് ആൻഡ് നോട്ട്സ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പേപ്പർ ഡീൽ ചെയ്യുന്ന ശ്രീലക്ഷ്മിയാണ്. അത് മാത്രമല്ല നിങ്ങളുടെ സെക്കൻഡ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് ഇല്ലേ, അതിൽ ഓഡിറ്റ് പേപ്പറും ഡീൽ ചെയ്യുന്ന ശ്രീലക്ഷ്മിയാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ സെയിം അടിപൊളി നോട്ട്സ് നിങ്ങൾക്ക് ശ്രീലക്ഷ്മി അവിടെയും പ്രൊവൈഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അടുത്ത സബ്ജക്ട് ആണ് പേപ്പർ നമ്പർ 6. അതായത് നമ്മുടെ അക്കൗണ്ടൻസി ഫാക്കൽറ്റിയാണ് CMA ടിസ നിങ്ങളുടെ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങും സെക്കൻഡ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് പേപ്പറും ടിസ തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങും സെക്കൻഡ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങും ടിസ തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറയാം മക്കളെ, ഒരു പ്രോബ്ലം പേപ്പർ ആണെങ്കിൽ പ്രോബ്ലം പേപ്പേഴ്സ് നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം.
പഠിക്കണം. ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ ഒരു 10 ഇലുസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അതിലൊരു 8 എണ്ണം എനിക്കൊന്ന് അക്കൗണ്ടൻസിയിൽ ടിസ 10 ഇലുസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അതിൽ 10ഉം എല്ലാ ഇലുസ്ട്രേഷൻസും ഇലുസ്ട്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസ്സിലേക്ക് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്കിലും ഞാൻ പറയാണ്, 10 8 എണ്ണവും നിങ്ങൾക്ക് പ്രോമിസ് ചെയ്ത് ടിസ നിങ്ങളെ പഠിപ്പിക്കും. ടിസ ക്വാളിഫൈഡ് കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ് കേട്ടോ. ശരി, അത് കഴിഞ്ഞ് നിങ്ങളുടെ അടുത്ത പേപ്പർ ടാക്സ് ആണ്. നിങ്ങൾക്കറിയാം ഡയറക്ട് ടാക്സ് ഉണ്ട്, ഇൻഡയറക്ട് ടാക്സ് ഉണ്ട്. ടാക്സിൽ ഡയറക്ട് ടാക്സ് 50 മാർക്കിനും ഇൻഡയറക്ട് ടാക്സ് 50 മാർക്കിനും. മിക്ക ആൾക്കാർക്കും ഇൻഡയറക്ട് ടാക്സ് ആയിരിക്കും എളുപ്പം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇൻഡയറക്ട് ടാക്സ് മാത്രം പഠിച്ചിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ മക്കളെ നിങ്ങൾ ഈ ഗ്രൂപ്പ് പാസ്സാവില്ല, ഉറപ്പാണ്. നിങ്ങൾ വിചാരിക്കും ഇൻഡയറക്ട് ടാക്സിന് 50 മാർക്കുണ്ട്, ആ 50 മാർക്കിൽ എങ്ങനെയെങ്കിലും ഒരു 40 വാങ്ങിയാൽ പേപ്പർ ജയിക്കാം, ബാക്കി മറ്റേതൊക്കെ വെച്ചിട്ട് അഗ്രിഗേറ്റ്. ഒരിക്കലും നടക്കില്ല. ഇൻഡയറക്ട് ടാക്സ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റില്ല. അപ്പൊ ഞാൻ നിങ്ങളെ ഇൻഡയറക്ട് ടാക്സും ഡയറക്ട് ടാക്സും നിങ്ങൾ എന്റെ കയ്യിൽ തന്നു. ഞാൻ നിങ്ങൾക്കറിയാം ഡയറക്ട് ടാക്സിന് ഇപ്രാവശ്യം 2024 ബജറ്റാണ് ആപ്ലിക്കബിൾ ആവുന്നത്. ഈ 2024 2 ബജറ്റ് ഉണ്ടായിരുന്നു. ഇലക്ഷൻ ഇയർ ആയതുകൊണ്ട് ആദ്യമേ ഫെബ്രുവരി 1 ഒരു ബജറ്റ് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ബജറ്റ് വന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉൾപ്പെടെ കുറെ സ്ഥലങ്ങളിൽ വലിയ വലിയ അമെന്റ്മെന്റുകൾ പഠിക്കാനുണ്ട്. അതായത് ഒരു മിഡിൽ ഓഫ് ദ മന്തിലെ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു റേറ്റ്, അതിനുശേഷം ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ മറ്റൊരു റേറ്റ് പിടിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ 2 ആക്റ്റും ഇൻക്ലൂഡ് ചെയ്തിട്ട് 2024 ഫുൾ അമെന്റ്മെന്റോട് കൂടിയുള്ള ഡയറക്ട് ടാക്സ് ലെക്ചേഴ്സും അതുപോലെ ഇൻഡയറക്ട് ലെക്ചേഴ്സും ഞാനായിരിക്കും നിങ്ങൾക്ക് ഡീൽ ചെയ്യുന്ന മക്കളെ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതുപോലെ ശ്രീലക്ഷ്മിയുടെ കാര്യം പറഞ്ഞതുപോലെ ഷുവർ ഷോർട്ട് ആയിട്ടും ഫുൾ ഫ്ലഡ്ജിന്റെ നോട്ട്സ്, അത് ബ്രീഫായിട്ട് എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും ഞാനായിരിക്കും ഡീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ പഠിപ്പിക്കാൻ തോന്നുന്നു. ശരി, അടുത്ത പേപ്പർ നിങ്ങളുടെ കോസ്റ്റിംഗ് പേപ്പർ. വെരി ഇമ്പോർട്ടന്റ് പേപ്പർ അല്ലേ? ഈ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ഇത്രയും പേപ്പേഴ്സ് ഇല്ലേ, ഏത് പേപ്പർ നമ്പർ 5 ലോ, അതുപോലെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, ടാക്സ്, അതുപോലെ കോസ്റ്റിംഗ്. ഇതിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റും ഏറ്റവും കൂടുതൽ ഇലുസ്ട്രേഷനും ഉള്ള ടോപ്പിക്കാണ് നമ്മുടെ കോസ്റ്റിംഗ്. സാറിനെ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ചിലപ്പം കുറച്ച് ഡിസ്റ്റർബൻസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ കോസ്റ്റിംഗ് പേപ്പർ ഡീൽ ചെയ്യുന്നത് വിഷ്ണു സാറാണ്. വിഷ്ണു സാറ് ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. പാസ്റ്റ് ഒരു സർട്ടൻ ഇയേഴ്സ് ആയിട്ട് ടീച്ചിങ്ങും ഉണ്ട്, അതുപോലെ പ്രാക്ടീസും ചെയ്യുന്ന വർക്കും ചെയ്യുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് വിഷ്ണു സാർ. അപ്പൊ വിഷ്ണു സാറാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഗ്രൂപ്പിന്റെ നിങ്ങളുടെ ഏറ്റവും വലിയ ഹഡിലായിട്ടുള്ള കോസ്റ്റിംഗ് പേപ്പറും, അതുപോലെ സെക്കൻഡ് ഗ്രൂപ്പിനുണ്ട് ഒരു കോസ്റ്റിംഗ് പേപ്പർ, അതിന്റെ പേര് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന. ആ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് പേപ്പറും ഡീൽ ചെയ്യുന്നത് വിഷ്ണു സാറാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്ലാസ്സസും അതായത് ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉള്ള സബ്ജക്ട് ഫസ്റ്റ് ഗ്രൂപ്പിന്റെ കോസ്റ്റിംഗ്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പിലാണ് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ടാക്സ്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് കുഴപ്പമില്ല. പിന്നെ ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും അത് രണ്ട് സെപ്പറേറ്റ് സബ്ജക്ട് ആണ്, അത് ഇവിടെ എടുത്തിട്ടു. പിന്നെ കോസ്റ്റിംഗിൽ കുറെ ഇലുസ്ട്രേഷൻസ് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതാണ് ഫസ്റ്റ് ഗ്രൂപ്പ്. കമ്പയർ ടു ഫസ്റ്റ് ഗ്രൂപ്പ് കോസ്റ്റിംഗ്, സെക്കൻഡ് ഗ്രൂപ്പ് കോസ്റ്റിംഗ് കുറച്ചും കൂടെ സിംപ്ലറാണ്. അപ്പൊ കോസ്റ്റിംഗ് പേപ്പർ ആരുടെ കയ്യിൽ ഭദ്രമാണ്? നമ്മുടെ CA വിഷ്ണു സാറിന്റെ കയ്യിൽ ഭദ്രമാണ്. ശരി, അടുത്ത നിങ്ങളുടെ പേപ്പർ സെക്കൻഡ് ഗ്രൂപ്പിന്റെ ഒരു ഫണ്ണി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള പക്ഷെ ഒരു അടിപൊളി പേപ്പറാണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ആ പേപ്പർ ഡീൽ ചെയ്യുന്നത് സംഗീതാണ്. സംഗീത് ഒരു CMA ഫൈനലിസ്റ്റ് ആണ്, അതല്ലാണ്ട് ഒരു 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 പ്രൊഫസറാണ്, അസിസ്റ്റന്റ് പ്രൊഫസറാണ്. സംഗീതായിരിക്കും നിങ്ങൾക്ക് ഈ പേപ്പർ ഡീൽ ചെയ്യുന്നത്. ഞങ്ങളുടെ ഫാക്കൽറ്റീസിലെ സ്റ്റുഡൻസിന്റെ ഒരു ഫേവറേറ്റ് ആണ്, അവരുടെ പേഴ്സണൽ ഫേവറേറ്റ് ഉള്ള ഒരു ഫാക്കൽറ്റിയാണ് സംഗീത് പെട്ടെന്ന് നിങ്ങളുമായിട്ടൊക്കെ ജെല്ലാവും, അതെനിക്ക് ഉറപ്പാണ്. ശരി, അത് കഴിഞ്ഞ് ഒരു പേപ്പറും കൂടെ ഉള്ളു മിസ്സിങ്, നിങ്ങളുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. ശരി, ഈ പേപ്പറിന്റെ പേര് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്നല്ല, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ബിസിനസ് ഡേറ്റ അനലിറ്റിക്സ് എന്ന. ഒരു 20 മാർക്കിന് ബിസിനസ് ഡേറ്റ അനലിറ്റിക്സ് ചോദിക്കും. ഈ 20 മാർക്കിന്റെ ബിസിനസ് ഡേറ്റ അനലിറ്റിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ യൂട്യൂബിൽ ഒരു എക്സാമിന് ഒരു 1 മന്ത് മുന്നേ എല്ലാവർക്കും ഫ്രീ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ ബിസിനസ് ഡേറ്റ അനലിറ്റിക്സിന്റെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. ശരി, അപ്പോൾ ബാക്കി നിൽക്കുന്ന പേപ്പർ ആരാണ്? നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. ആ പേപ്പർ ഡീൽ ചെയ്യുന്നത് CMA ജോയൽ ആണ്. ജോയലും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ്. ജോയൽ ആയിരിക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് പേപ്പർ ഡീൽ ചെയ്യാൻ പറ്റുക. ജോയൽ ഈ പേപ്പറിന്റെ പ്രത്യേകത അറിയാം, നമുക്ക് മണി മാനേജ്മെന്റ് ആണ് സത്യത്തിൽ നമ്മളെ പഠിപ്പിക്കേണ്ടിയിരുന്നത്. അത് നമ്മളെ പഠിപ്പിച്ചില്ല ഇത്രയും കാലം. അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഈ ഒരു പേപ്പർ. ജോയൽ ഭയങ്കര എക്സ്പെർട്ട് ആണ്, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈ പറഞ്ഞ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് തീർത്ത് തരും. ഇതാണ് നമ്മുടെ ഫാക്കൽറ്റി. ശരി, അപ്പൊ ഞാൻ ഫാക്കൽറ്റിയെ പരിചയപ്പെടുത്തിയതിന് കൂടെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്സ് കൂടി പറയാം. നിങ്ങൾക്ക് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞ PDF നോട്ട്സ് ആണ്. ആ PDF നോട്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, പ്രിന്റ് എടുക്കാം, ക്ലാസ് എടുക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ കാണാം. ഏതൊക്കെ സബ്ജക്റ്റിനാണുള്ളത്? ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ലോയ്ക്കുണ്ട്, അതുപോലെ ഡയറക്ട് ടാക്സ് ഇൻഡയറക്ട് ടാക്സിനുണ്ട്. പിന്നെ പോയി കഴിഞ്ഞാൽ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റിലെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് തിയറി അതിനുണ്ട്, അതുപോലെ ഓഡിറ്റിങ്ങിനുണ്ട്. ഇത്രയും പേപ്പേഴ്സിനാണുള്ളത്. ബാക്കിയുള്ള സബ്ജക്ട്സിന് ഏതെങ്കിലുമൊക്കെ നോട്ട്സിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഫാക്കൽറ്റീസ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ FM അതിൽ കുറച്ച് തിയറി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് ഇക്വേഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ജോയിലും നിങ്ങൾക്ക് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാം. ആ ഫുൾ ഫ്ലെഡ്ജഡ് നോട്ട്സ് ആയിട്ടുള്ളത് ഞാൻ ഇപ്പൊ ഇത്രയും പറഞ്ഞ സബ്ജക്ട്സ് ആണ്. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ മക്കളെ, നമ്മൾ ഇപ്രാവശ്യം ബാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് പേര് നമുക്കൊരു ചലഞ്ച് വന്നിരുന്നു. നിങ്ങൾക്ക് ഇത്രയും കോൺഫിഡൻസ് ആണെങ്കിൽ
സ്റ്റുഡൻസിന് ഒരു സെലക്ഷൻ ഗ്യാരണ്ടി അല്ലെങ്കിൽ ഫീസ് റീഫണ്ട് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുമെന്ന്. അതായത് നിങ്ങളുടെ ക്ലാസ് കണ്ടു, പഠിച്ചു, എക്സാം എഴുതി, സ്റ്റിൽ പാസ്സായില്ല എങ്കിൽ നിങ്ങൾക്ക് നമ്മൾ പേ ചെയ്ത ഫീസ് റീഫണ്ട് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ ഒരു ബാച്ചും അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അവസാനം കണ്ടാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തോ മക്കളെ. ഫീസും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ചെറിയൊരു എക്സ്ട്രാ ഒരു ക്ലോസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ആ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പേ ചെയ്യുന്ന ഫീസിന് കംപ്ലീറ്റ് 100% റീഫണ്ടും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഞാൻ അത്ര കോൺഫിഡന്റ് ആണ് നമ്മുടെ ഫാക്കൽറ്റീസിൽ. ഒരു 100%-ൽ 1000% ഞാൻ കോൺഫിഡന്റ് ആണ്. ലാസ്റ്റ് നമുക്ക് പാസ്സായ ഒരു വലിയ നമ്പർ ഓഫ് ലെഗസീസ് ഉണ്ട് നമുക്ക് ഇന്റർമീഡിയറ്റ് ക്വാളിഫൈ ചെയ്ത സ്റ്റുഡൻസ്. വേറെ ആർക്കും അവകാശപ്പെടാനില്ലാത്ത അത്രയും റിസൾട്ടും ഉണ്ട് നമ്മുടെ ഈ ഫാക്കൽറ്റീസിന്. ഞാൻ നിങ്ങൾക്ക് ഒരുക്കുന്നത് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. നിങ്ങളുടെ ഒരു സീനിയർ, നിങ്ങളുടെ കുറച്ച് സീനിയേഴ്സ് ഒരു ടീമുണ്ട്, അവരായിരിക്കും നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാസ്സുകൾ മെന്റർഷിപ്പ് ചെയ്യുന്നത്. അവരായിരിക്കും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അവരോട് നിങ്ങളുടെ ഡൗട്ടുകൾ തുറന്ന് ചോദിക്കാനായിട്ട് പറ്റും. അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. എക്സാമിന് തൊട്ട് മുന്നേ കുറച്ച് ട്രിക്സും ടിപ്സും ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ കൂട്ടുകാർ ആ ഒരു സബ്ജക്ട്, ആ ഒരു ചാപ്റ്റർ സിമ്പിൾ ആയിട്ട് പണ്ട് പറഞ്ഞു തന്നിട്ടില്ലേ, അതേ ലാഭത്തോടു കൂടി നമുക്ക് പഠിക്കാം. സാർ ഞാൻ ചോദിക്കട്ടെ, ഇത് ഓൺലൈൻ ക്ലാസ് അല്ലേ, ഡൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക? ഡൗട്ടില്ലേ, ഞാൻ പറഞ്ഞുതരാം. ഡൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല. നമ്മുടെ ഈ ക്ലാസ് നമ്മുടെ ആപ്ലിക്കേഷനിലാണ് നടക്കുന്നത്. ആപ്ലിക്കേഷനിൽ ഓരോ സബ്ജക്ട്സും ഓരോ ഫാക്കൽറ്റീസും സ്റ്റുഡൻസുമായിട്ട് ഗ്രൂപ്പ് ഉണ്ടാവും. ആ സബ്ജക്ട്സ് പർച്ചേസ് ചെയ്ത ഫാക്കൽറ്റിയും സ്റ്റുഡൻറ്റും ആയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിൽ കയറി നിങ്ങൾ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഫോട്ടോസ് ഷെയർ ചെയ്യാം, വോയിസ് മെസ്സേജ് ഷെയർ ചെയ്യാം, മെസ്സേജ് അയക്കാം, ചാറ്റ് ചെയ്യാം, റിപ്ലൈ കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഡൗട്ടുകൾ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഫാക്കൽറ്റീസ് ഓൾവേസ് അവൈലബിൾ ആയിരിക്കും. പക്ഷേ എങ്കിലും അവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഉണ്ട്, ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്. എങ്കിലും മാക്സിമം വീക്ക്ലി 3 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യം നിങ്ങൾ ഡൗട്ടുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ അന്ന് തന്നെ ക്ലിയർ ചെയ്ത് തരാറുണ്ട്. എങ്കിലും ഒരു 24 hours ഗ്യാപ്പിനുള്ളിൽ തന്നെ അവർ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് തരും. സർ, ഇപ്പോഴും ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ല എങ്ങനെയാണ് നമുക്ക് എഫക്റ്റീവ്ലി ഈ പറയുന്ന 70 ദിവസം യൂട്ടിലൈസ് ചെയ്ത് ഇന്റർമീഡിയറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് ഒരു സബ്ജക്റ്റിന്, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സിംഗിൾ സബ്ജക്റ്റിന് ഒരു 30 ലെക്ചേഴ്സ്, ഒരു 30 ലെക്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. എത്ര ലെക്ചേഴ്സ് ആണ് മക്കളെ? 30 ലെക്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, നമ്മുടെ കയ്യിൽ മൊത്തം എത്ര ദിവസം ഉണ്ട്? 70 ഡേയ്സ് ആണ് പഠിക്കാനുള്ളത്. 70 ഇല്ല, പിന്നെ റിവൈസ് ചെയ്യാൻ കുറച്ച് ദിവസങ്ങൾക്ക് മാറ്റി വെച്ച ഒരു 60 ഡേയ്സ്. ശരി പോട്ടെ, ഒരു 30 ലെക്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിന് പഠിക്കാനായിട്ട് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ എടുക്കേണ്ട ആദ്യത്തെ തീരുമാനം, സിംഗിൾ ഗ്രൂപ്പ് വേണോ ബോത്ത് ഗ്രൂപ്പ് വേണോ? എന്താ വേണ്ടേ? സിംഗിൾ ഗ്രൂപ്പ് വേണോ ബോത്ത് ഗ്രൂപ്പ് വേണോ? നിങ്ങൾ ആദ്യം തീരുമാനിക്കാം. ശരി, സിംഗിൾ ഗ്രൂപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം 4 സബ്ജക്ട്സിന്റെയും ഓരോ ലെക്ചേഴ്സ് ഉണ്ടാവും. 4 ലെക്ചേഴ്സിന്റെയും ഓരോ ലെക്ചേഴ്സ് ഉണ്ടാവും. ബൂത്ത് ആണെങ്കിൽ 6 സബ്ജക്ട്സിന്റെ ഓരോ ലെക്ചേഴ്സ് ഉണ്ടാവും. എത്ര ലെക്ചേഴ്സ്? 6 സബ്ജക്റ്റിന്റെ ഓരോ ലെക്ചേഴ്സും ഉണ്ടാവും. പിടിച്ച മക്കളെ, ഇപ്പൊ ഒന്നിരി പറഞ്ഞേ, സിംഗിൾ ഗ്രൂപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഓരോ സബ്ജക്റ്റിന്റെയും, അതായത് 4 സബ്ജക്റ്റിന്റെയും, ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിന്റെ 4 സബ്ജക്ട്, സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിന്റെ 4 സബ്ജക്ട്, ഓരോ ലെക്ചേഴ്സ് ഉണ്ടാവും. അതുപോലെ ബോത്ത് ഗ്രൂപ്പ് ആണെങ്കിൽ 6 ലെക്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾക്ക് സിംഗിൾ ഗ്രൂപ്പ് ആണെങ്കിൽ സൺഡേ ഹോളിഡേ ആയിരിക്കും. ബോത്ത് ഗ്രൂപ്പ് ആണെങ്കിൽ സൺഡേ നിങ്ങൾക്ക് ഹോളിഡേ ഇല്ല. എത്രയുള്ള വ്യത്യാസം? സൺഡേ നിങ്ങൾക്ക് ഹോളിഡേ ഇല്ല. കാരണം ബോത്ത് ഗ്രൂപ്പ് നിങ്ങൾക്ക് ഈ പ്രാവശ്യം പഠിച്ച് തീർക്കാനായിട്ട് പറ്റും. പക്ഷെ സൺഡേ കൂടി നിങ്ങൾ കുറച്ചൊന്നും മെനക്കെടേണ്ടി വരും. സിംഗിൾ ഗ്രൂപ്പ് പഠിക്കുന്ന ആൾക്കാർ ഒരു ദിവസം 4 ക്ലാസ് ആണ് കാണുന്നെങ്കിൽ നിങ്ങൾ ഒരു 6 ക്ലാസ് കണ്ട് കുറച്ചും കൂടെ എഫേർട്ട് ഇടേണ്ടി വരും. ഇതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയട്ടെ, എഫക്റ്റീവ്ലി ഒരു ഗ്രൂപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ, അതായത് ഞാൻ സിംഗിൾ ഗ്രൂപ്പിന്റെ കാര്യമാണ് പറയുന്നത്, ഒരു ഗ്രൂപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്കൊരു 30 ലെക്ചേഴ്സ് ആയിരിക്കും വേണ്ട, 30 ഡേയ്സ് ആയിരിക്കും വേണ്ട, 30 വർക്കിംഗ് ഡേയ്സ്, 30 വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും നമുക്ക് വേണ്ടത്. എത്ര വർക്കിംഗ് ഡേയ്സാ? 30 വർക്കിംഗ് ഡേയ്സ്. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മുടെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ മാർച്ച് 31. എന്നാ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്? മാർച്ച് 31. മാർച്ച് 31 എന്ന് പറഞ്ഞ ഒരു മൺഡേ ആണ്. ഇതല്ലേ മാർച്ച്? എവിടെ മാർച്ച്? മാർച്ച് 31 എന്ന് പറഞ്ഞ ഒരു മൺഡേ ആണ്. നമുക്ക് മാർച്ച് 31 സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ്ലി പറയുകയാണെങ്കിൽ ഒരു 30 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മെയ് സെക്കൻഡ് വീക്കോട് കൂടി, മെയ് സെക്കൻഡ് വീക്ക് ഒരു 8 അല്ലെങ്കിൽ 9, മെയ് സെക്കൻഡ് വീക്കോട് കൂടി നമുക്ക് ഈ പറഞ്ഞ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ബോത്ത് ഗ്രൂപ്പ് പഠിക്കുകയാണെങ്കിലോ സെയിം. ഈ ബോത്ത് ഗ്രൂപ്പ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൺഡേ ഉണ്ട് ഇതിന്റെ ഇടയ്ക്ക്. അപ്പൊ സൺഡേയും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ സെയിം ഒരു മെയ് സെക്കൻഡ് വീക്ക് അല്ലെങ്കിൽ മെയ് മാക്സിമം ഒരു 3rd വീക്ക് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ടോപ്പിക്സ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ക്ലാസ് ഞാൻ പറഞ്ഞില്ല, ഓൺലൈൻ ക്ലാസ് ആണ്. നിങ്ങൾക്ക് ഒരു ഈ പറഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ വേസ്റ്റ് ഓഫ് ടൈമോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ എന്നെ എങ്ങനെ കാണുന്നത്? ഞാൻ സൈഡിൽ എഡ്യൂക്കേറ്റർ ഉണ്ടാവും, ഹൈ ക്വാളിറ്റി ഓഡിയോ, ഹൈ ക്വാളിറ്റി വീഡിയോ, ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ക്ലാസ് പ്യുവർ കണ്ടന്റ് ആയിരിക്കും നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. അതും വളരെ ഫ്രീ ആയിട്ടും എന്താ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, എല്ലാ ദിവസവും രാവിലെ 9 മണിയാകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ക്ലാസ് നമ്മുടെ ആപ്ലിക്കേഷനിൽ പബ്ലിഷ് ചെയ്യും.
എങ്ങനെയാണ് എല്ലാ ദിവസവും രാവിലെ 9 മണിയാകുമ്പോൾ ഈ പറഞ്ഞ എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ആപ്ലിക്കേഷനിൽ പബ്ലിഷ് ചെയ്യും. നിങ്ങൾ ഒരു ടൈം ഫിക്സ് ചെയ്യുക, ഒരു ടൈം ടേബിൾ, നിങ്ങളുടെ തന്നെ ഒരു ടൈം ടേബിൾ ഫിക്സ് ചെയ്യുക. ഇപ്പൊ 4 ലെക്ചേഴ്സ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ഉള്ളതെങ്കിൽ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, രാത്രി, അല്ലെങ്കിൽ രാവിലെ 2 എണ്ണം, രാത്രി 2 എണ്ണം, അങ്ങനെയാണ് നമ്മുടെ മെയിൻ സ്റ്റുഡൻസ് പഠിക്കുന്നത്. അതിൽ നമ്മൾ പറയുന്ന വർക്ക്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു, ഫിനിഷ് ചെയ്തു, നെക്സ്റ്റ് ഡേ പോണു, ഇത് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. സൺഡേ നിങ്ങൾക്ക് ഹോളിഡേ ആണ്. അപ്പോൾ സൺഡേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ വീക്ക് പഠിച്ചത് മുഴുവൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക, ഒരു 1 അവർ കൊണ്ട് റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യാനുള്ള ടെക്നിക്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ടാക്സിന്റെ ക്ലാസ്സിൽ ഇഷ്ടംപോലെ പ്രാവശ്യം പറഞ്ഞതിനുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ ഒരു ചാപ്റ്റർ പോലും 10 മിനിറ്റ് കൊണ്ട് റിവൈസ് ചെയ്യുന്ന ടെക്നിക്സ് ടാക്സിൽ പഠിച്ചത്. ആ ടെക്നിക്സ് നിങ്ങൾ ഫോളോ ചെയ്യാൻ, റിവൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഞാൻ ഈ പറഞ്ഞ മെയ് ഒരു 10-ാം തീയതി അല്ലെങ്കിൽ മെയ് ഒരു 9-ാം തീയതിയോട് കൂടി നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്സ് മുഴുവൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മെയ് മാസം മുഴുവൻ നിങ്ങൾക്ക് ബാക്കി കിടക്കാം, ഏകദേശം ഒരു 50-20 ഡേയ്സ് ബാക്കി കിടക്കാം. ഈ ടൈമിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം? നിങ്ങളുടെ RTP റിവിഷൻ ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ട്, അതുപോലെ MTP മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ട്, ഏറ്റവും ഇമ്പോർട്ടന്റ് ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് 30 മാർക്ക് നേടിത്തരുന്ന ഒരു സാധനമുണ്ട്, അവന്റെ പേരാണ് MCQ. അല്ലെ മക്കളെ, MCQ. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതായത് നിങ്ങൾ നോക്കിയാൽ മതി, നമ്മൾ പാസ്റ്റ് കുറേ വർഷങ്ങളായിട്ട് RTPയുടെയും MTPയുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെയും MCQന്റെ ഡിസ്കഷൻ ഒക്കെ യൂട്യൂബിൽ ഫ്രീ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ബാക്കിയുള്ള നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫ്രീ കണ്ടന്റ് യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട്, അത് എല്ലാവർക്കും പറ്റും കേട്ടോ. നമ്മുടെ ക്ലാസ് വാങ്ങിയവർക്ക് മാത്രമല്ല, എല്ലാ ആൾക്കാർക്കും ഈ പറഞ്ഞ ഫ്രീ കണ്ടന്റ്സ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ട് റിവൈസ് ചെയ്ത് നമ്മുടെ എക്സാം ഈ വരുന്ന 11-ാം തീയതി സൂപ്പർബായിട്ട് എഴുതാനും ഫിനിഷ് ചെയ്യാനും പറ്റും മക്കളെ. ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി പറ്റും. ശരി, ഈ ക്ലാസ് പർച്ചേസ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഒന്നാമത്തെ ഡൗട്ട് സോൾവിന്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു. നമ്മുടെ ക്ലാസ്സിന് അൺലിമിറ്റഡ് വ്യൂസ് ആണ്. എന്താ മക്കളെ? അൺലിമിറ്റഡ് വ്യൂസ് ആണ് നമ്മുടെ ക്ലാസ്സിന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അതായത് എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകൾ എവിടെയെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വ്യൂസ് 1.5 വ്യൂസ്, അതുപോലെ 2 വ്യൂസ് ഒക്കെ ആയിരിക്കും. അതിനപ്പുറം നമുക്ക് ഒരു ലെക്ചർ കാണാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോൾ നമ്മൾ ഒരു ലെക്ചർ കാണുന്നു, ഡൗട്ട് വരുന്നു, ചിലപ്പോൾ വീണ്ടും കാണുന്നു, എക്സാമിന് കയറുന്നത് മുന്നേ റെഫർ ചെയ്യാനായിട്ട് ഒരു പ്രാവശ്യം കൂടി കാണുന്നു. കറക്റ്റ് അല്ലേ? അതുപോലെ ടാക്സിന്റെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് 10 മിനിറ്റ്സ് റിവൈസ് ചെയ്യും. അപ്പോൾ ഓരോ പ്രാവശ്യം നിങ്ങൾ വീണ്ടും അടുത്ത ക്ലാസ് കാണുന്നതിന് മുന്നേ ആ 10 മിനിറ്റ്സ് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാപ്റ്റർ മുഴുവൻ തീർക്കാൻ പറ്റും. കറക്റ്റ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണാം. അൺലിമിറ്റഡ് വ്യൂസ് ആണ് ടിൽ നമ്മുടെ ഈ ജൂൺ 2025 എക്സാം വരെ. എക്സാം കഴിയുമ്പോൾ അതിന്റെ വാലിഡിറ്റി കഴിയും. അപ്പൊ അതുവരെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് വ്യൂസ് ആണ്. ഇനി അടുത്ത ബെനിഫിറ്റ് പറയാം. നിങ്ങൾക്ക് ഓഫ്ലൈൻ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ക്ലാസ്സുകൾ എവിടെയെങ്കിലും വൈഫൈ ഉള്ള സ്ഥലത്ത് ചെന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇഷ്ടമുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കാണാനായിട്ട് പറ്റും. എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണാം. ആകെ ഒരു ക്ലോസേ ഉള്ളൂ, ഫോണിൽ മെമ്മറി വേണം. മെമ്മറി ഉണ്ടെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ക്വാളിറ്റി കൺട്രോൾ ചെയ്യാം. നിങ്ങളുടെ നെറ്റിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഫുൾ HD കാണണമെങ്കിൽ അങ്ങനെ കാണാം, 720p കാണണമെങ്കിൽ അങ്ങനെ കാണാം, അല്ല 540 അല്ലെങ്കിൽ അതിലും കുറവ്, എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ക്വാളിറ്റി താഴോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാണാം. അപ്പൊ നെറ്റ് കുറച്ച് എടുക്കുള്ളൂ. ഇനി അടുത്തത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അറിയാലോ, 2 hours ക്ലാസ് ആണ്. ചിലർക്ക് 1.5 ലിറ്റ് കാണുന്ന കംഫർട്ടബിൾ ആണ്, ചിലർക്ക് 2 ലിറ്റ് കാണുന്ന കംഫർട്ടബിൾ ആണ്. യൂട്യൂബിൽ നമ്മൾ ചെയ്യാറില്ലേ? അതുപോലെ നിങ്ങൾക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തും കാണാൻ പറ്റും. അപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫീച്ചേഴ്സും ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു. എല്ലാ ഫീച്ചേഴ്സും ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മക്കളെ. നിങ്ങൾ ഉറപ്പായിട്ടും നന്നായിട്ട് ചിന്തിക്കുക, നല്ലൊരു തീരുമാനം എടുക്കുക. ഞാൻ നമ്മുടെ ലാസ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്ത പിള്ളേരുടെ റിവ്യൂ കൂടി ഒന്ന് ആഡ് ചെയ്തേക്കാം. നിങ്ങൾ ആ റിവ്യൂ ഒന്ന് കണ്ടു നോക്ക്. എന്നിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു അറ്റംപ്റ്റ് എക്സാം എഴുതാണ്ട് വേസ്റ്റ് ചെയ്തിട്ട് പിന്നെ അടുത്ത ഡിസംബറിലേക്ക് പോകാൻ പറ്റുക? ഒരിക്കലും പറ്റില്ല. കാരണം നമുക്ക് തീർക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഇത്രയും ഡേയ്സ് നമ്മുടെ കയ്യിലുണ്ട്, 70+ ദിവസങ്ങൾ. ചുരുക്കം പറഞ്ഞ 70 80 ദിവസങ്ങളിൽ മുകളിൽ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചാൽ സുഖമായിട്ട് നമുക്ക് ഇന്റർമീഡിയറ്റ് ഈ അറ്റംപ്റ്റിൽ തന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. സാറേ, ഇപ്പോഴും ആ സ്കോളർഷിപ്പിന്റെ കാര്യം പറഞ്ഞില്ല, പ്രൈസിന്റെ കാര്യം പറഞ്ഞില്ല, അതുപോലെ നിങ്ങൾക്കൊരു എക്സൈറ്റിംഗ് ഗിഫ്റ്റ് ഉണ്ട്, ആ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ നിങ്ങൾക്ക് പ്രൈസിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നമ്മൾ ഈ ക്ലാസ്, ഇങ്ങനെ ഒരു ഇന്റർമീഡിയറ്റിന്റെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യണമെന്ന് തീരുമാനിച്ചപ്പോൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും ഫസ്റ്റ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ മിനിമം റേറ്റിൽ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന മിനിമം റേറ്റിൽ ക്വാളിറ്റി ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ പ്രൈസ് പറയാം. ബോത്ത് ഗ്രൂപ്പിന്റെ പ്രൈസ് വരുന്നത് 14,000 rupees ആണ്. 14,000 രൂപ. പോലെ മക്കളെ, വെയിറ്റ് ചെയ്തോ, ഞാൻ പറയുന്നൊക്കെ. 14,000 ആണ് ബോത്ത് ഗ്രൂപ്പിന്റെ പ്രൈസ്. ശരി, ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പ്രൈസ് 7,000-ഉം സെക്കൻഡ് ഗ്രൂപ്പിന്റെ പ്രൈസ് 6,000-ഉം ആണ്. വെയിറ്റ് ചെയ്തോ. ഞാൻ നിങ്ങൾക്ക് ഒരു കൂപ്പൺ കോഡ് പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ ഈ കൂപ്പൺ കോഡ് സ്ക്രീനിൽ കാണാൻ പറ്റും. ബോത്ത് ഗ്രൂപ്പിന്റെ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ബോത്ത് ഗ്രൂപ്പിന്റെ പ്രൈസ് വരാം എത്രയായിരിക്കും? 11,000 rupees, വെറും 11,000 രൂപയായിരിക്കും. ഒരു 10 രൂപ ട്രാൻസാക്ഷൻ ഫീസ് വരെ, അത് ആ പ്ലാറ്റ്ഫോമിന്റെ പ്ലാറ്റ്ഫോം ഫീസ് ആണ്, അത് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു 11,000 പിന്നെ ഒരു 10 രൂപ. ശരി, അതുപോലെ ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ ഞാൻ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പ്രൈസ് വരാം വെറും 6,000 രൂപ. അതുപോലെ സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിന്റെ പ്രൈസ് വരാം വെറും 5,000 രൂപയായിരിക്കും. പിന്നെ ഒരു 10 രൂപ ട്രാൻസാക്ഷൻ ഫീസും വരെ. ഇതാണ് നിങ്ങളുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബോത്ത് ഗ്രൂപ്പിന്റെ പ്രൈസ് 11,000 രൂപ, 11,000 rupees. ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പ്രൈസ് 6,000 rupees, സെക്കൻഡ് ഗ്രൂപ്പിന്റെ പ്രൈസ് 5,000 rupees ആണ്.
ഇനി ഈ കൂപ്പൺ കോഡ് കംപ്ലീറ്റ്ലി ഒരു 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 മാക്സിമം നമ്മുടെ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ തലേ ദിവസം വരെ വെക്കാൻ ഞാൻ ശ്രമിക്കാം. പിന്നെ അടുത്തത് 50 സ്റ്റുഡൻസിന് മാത്രം. ഓക്കെ, പെർ ബാച്ചിൽ, അതായത് ഓരോ ഗ്രൂപ്പ്സിലും 50 സ്റ്റുഡൻസിന് മാത്രമാണ് ഈ ഒരു കൂപ്പൺ യൂസ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇത്രയും പെട്ടെന്ന് നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തോ. ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് കാണിച്ചു തരാം. ഇനി സ്കോളർഷിപ്പിന്റെ കാര്യം പറയാം. നിങ്ങളിൽ ആരെങ്കിലും ഫൈനാൻഷ്യലി ബാക്ക്വേർഡ് ആണ്, നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ, ജെനുവിൻ കേസ് മാത്രം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും അതിന് മുന്നത്തെ പ്രാവശ്യം ഒക്കെ ഈ സ്കോളർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സ്കോളർഷിപ്പ് കൊടുത്ത ആൾക്കാർ ഇപ്രാവശ്യം പാസ്സായി നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. ഒരുപാട് അഭിമാനം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ സ്കോളർഷിപ്പിന് വേണ്ടി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അതിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. നിങ്ങൾ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഈ ബാച്ചിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സ്കോളർഷിപ്പിന്റെ കാര്യം ഞാൻ അവിടെ പറയാം. ഓക്കെ, അപ്പൊ അത് വെറുതെ ഇവിടെ പറഞ്ഞിട്ട് കുളവാക്കണ്ട. അതൊന്നാമത്തെ കാര്യം. ഇനി നമ്മുടെ ക്ലാസ് പർച്ചേസ് ചെയ്യുന്നതിലെ ലക്കി ആയിട്ടുള്ള 5 സ്റ്റുഡൻസിനെ നമ്മൾ ഒരു ഞറുക്കെടുപ്പ് പോലെ ഒരു ലക്കി ഡ്രോ ചെയ്യും. ലക്കി ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ 5 പേർക്ക് നിങ്ങളുടെ ഫീസ് നമ്മൾ റീഫണ്ട് പ്രൊവൈഡ് ചെയ്യും. ഫ്രീ ആയിട്ട് നമ്മുടെ ഫീസ് റീഫണ്ട് ആയിട്ടും പ്രൊവൈഡ് ചെയ്യും. ഇനി അടുത്തൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ഈ കംപ്ലീറ്റ് ഇന്റർമീഡിയറ്റിന്റെ ക്ലാസ്സിൽ ഈ ഒരു ജൂൺ 2025 ഈ ബാച്ചോ ഇതിന് മുന്നത്തെ ബാച്ചോ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിലെ ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന ആൾക്ക് ഒരു എക്സൈറ്റിംഗ് ഗിഫ്റ്റ്, ഒരു സർപ്രൈസ് ഗിഫ്റ്റ്, നല്ല എമൗണ്ട്, നല്ല ക്യാഷ് ചെലവുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ഉപകാരപ്പെടുന്ന നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പറ്റുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തരുന്നതായിരിക്കും. അത് ഓപ്പൺ ആയിട്ട് എല്ലാവർക്കും തന്നേക്കാം. അപ്പൊ ഇന്റർമീഡിയറ്റിൽ നമ്മുടെ ക്ലാസ് പർച്ചേസ് ചെയ്ത് പാസ്സായ ഏറ്റവും നല്ല മാർക്ക് വാങ്ങുന്ന ഒരു സ്റ്റുഡന്റിനെ ഈ പറഞ്ഞ ഗിഫ്റ്റ് കൂടി ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തരുന്നതായിരിക്കും. ശരി, ക്ലാസ്സിൽ എങ്ങനെയാ ജോയിൻ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല. ശരി, ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ക്ലാസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ആൻഡ്രോയിഡിലും നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ട്, ഐഫോണിലും iOS ഡിവൈസിലും നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ക്ലാസ് നിങ്ങൾക്ക് ഏതാണോ പർച്ചേസ് ചെയ്യേണ്ടത് അതിൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ആൻഡ്രോയിഡിൻ്റെ കാണിക്കാം, അത് കഴിഞ്ഞ് ഐഫോണിൻ്റെ കാണിക്കാം. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ, കാണിച്ചു തരാം ഞാൻ. നിങ്ങൾ ഇതിലിപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ ബോത്ത് ഗ്രൂപ്പാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ബോത്ത് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ലിങ്ക് റീഡയറക്റ്റ് ആവും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ. നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. ഓക്കെ, ഓപ്പൺ കൊടുക്കുമ്പോൾ ഇവിടെ ലോഗിൻ ചെയ്യാനായിട്ട് പറയും. നിങ്ങൾ ഈ ഒരു സംഭവം ശ്രദ്ധിക്കുക. ഈ ലോഗിൻ ചെയ്യാനായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ലോഗിൻ യൂസിങ് വാട്സപ്പ് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ വാട്സപ്പ് ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ ജസ്റ്റ് ലോഗിൻ യൂസിങ് വാട്സപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി വാട്സപ്പിൽ ഒരു മെസ്സേജ് പോകും. ലോഗിൻ OTP ഒക്കെ അതിനകത്ത് വന്ന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ യൂസ് അതർ മെത്തേഡ് കൊടുക്കാം. അതർ മെത്തേഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാം, നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക വെച്ച് കഴിഞ്ഞാൽ ഇമെയിൽ ID യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഈ 3 ഓപ്ഷനാണ് നിങ്ങൾക്ക് ഉള്ളത്. ഇവിടെ ഞാൻ തൽക്കാലം എൻ്റെ ഒരു മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാണ്. ഓക്കെ, ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ OTP ചോദിക്കും. അപ്പോൾ നമ്മൾ OTP ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ OTP ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യും. അതിനുശേഷം നിങ്ങളുടെ പേര് ചോദിക്കും. ഓക്കെ, ഞാൻ എൻ്റെ പേര് കൊടുക്കുകയാണ്. അതിനുശേഷം ഇമെയിൽ ID ചോദിക്കും. ഇമെയിൽ ID കൂടി നിങ്ങളൊന്ന് കൊടുത്തോളാം. അപ്പോൾ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഇമെയിൽ ID നിങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തോളാം. ഓക്കെ, ഞാൻ പേരും എൻ്റെ ഇമെയിൽ ID കൊടുത്തു. എന്നിട്ട് ലെറ്റ്സ് സ്റ്റാർട്ട് കൊടുത്തു, അലോ കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മുടെ പ്രോപ്പറായിട്ട് ഏതാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത് അത് കാണിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്താൽ ഞാൻ ഐഫോണിൽ കൂടി ലോഗിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നിട്ട് ഇത് പർച്ചേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഐഫോണിലും സെയിം തന്നെയാണ്. നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്ലാസ് പർച്ചേസിനുള്ള ലിങ്കുകൾ ഉണ്ടാവും. ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ഏതാണെന്ന് വെച്ചാൽ ആ ലിങ്കിൽ ഒന്ന് പ്രസ് ചെയ്തോളാം. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആപ്പ് സ്റ്റോറിലേക്ക് ചെല്ലും. ആപ്പ് സ്റ്റോറിൽ നമ്മുടെ ആപ്പിൻ്റെ പേര് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നായിരിക്കും ഉണ്ടാവുക. അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ചെയ്തു, അലോ കൊടുക്കാം. അതിനുശേഷം അവർ ഓർഗനൈസേഷൻ കോഡ് ചോദിക്കും. ശ്രദ്ധിക്കുക, ഇതാണ് നിങ്ങൾക്കുള്ള ഒരു എക്സ്ട്രാ സ്റ്റെപ്പ്. ഐഫോൺ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഓർഗനൈസേഷൻ കോഡ് അടിക്കുക, ZPXVN. ZPXVN ഈ ഓർഗനൈസേഷൻ കോഡ് ടൈപ്പ് ചെയ്തോളാം. അതിനുശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ സ്ക്രീൻ വരും. എങ്ങനെയാണെന്ന് നോക്കി നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് മാറും, നെക്സ്റ്റ് പ്രൊഫഷണൽസ് എന്നാവും. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാനായിരിക്കും ചോദിക്കാം. നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാം, ഡൺ കൊടുക്കുക. വെരിഫിക്കേഷൻ നമ്മുടെ ഇത് ചോദിക്കും, OTP വരും. OTP അടിച്ച് വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലോഗിൻ ആയിക്കോളും. ഇനി ബാക്കി സ്റ്റെപ്പൊക്കെ സെയിം ആണ്, ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആപ്പ് ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ദയവായിട്ട് തൊട്ട് താഴെ സ്റ്റോഴ്സ് എന്നുണ്ടാവും. ആ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യാം. സ്റ്റോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോത്ത് ഗ്രൂപ്പ്, ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 ഒക്കെ ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ ആ 100%
ഫീസ് റീഫണ്ട് ഗ്യാരണ്ടി പറഞ്ഞില്ലേ, ആ ബാച്ചും താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ബോത്ത് ഗ്രൂപ്പാണ് സെലക്ട് ചെയ്യുന്നത്. ശരി, ബോത്ത് ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കൂപ്പൺ കോഡ് കൊടുക്കാൻ മറക്കരുത്. കാരണം കൂപ്പൺ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഇവിടെ തൊട്ട് താഴെ തന്നെ കൂപ്പൺ കോഡിൻ്റെ ഒരു ബോക്സ് വന്നിട്ടുണ്ടാവും. അതാണ് ഡ്രീം ബോത്ത് എന്നാണ് നമ്മുടെ ബോത്ത് ഗ്രൂപ്പിൻ്റെ കൂപ്പൺ. അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൂപ്പൺ ഇവിടെ അപ്ലൈ ആവും. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പ്രൈസ് കൂടി റിവൈസ്ഡ് ആവും. നേരത്തെ പറഞ്ഞ പ്രൈസിനേക്കാളും റിവൈസ് ചെയ്തിട്ട് നമ്മുടെ റിവൈസ്ഡ് പ്രൈസ് ആയിരിക്കും താഴെ ഉണ്ടാവുക. കണ്ടു ഇവിടെ 11,000 വന്നു. ദെൻ ബൈ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ട്ലി പേയ്മെന്റ് ഗേറ്റ് വേയിലായിരിക്കും അത് ഡയറക്റ്റ് ചെയ്യുക. ഇനി സിമ്പിളാണ്, ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടത്. ഇവിടെ ഗൂഗിൾ പേ ആണെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ പേ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാർഡ് യൂസ് ചെയ്തിട്ടാണ് പേ ചെയ്യണമെങ്കിൽ കാർഡ് യൂസ് ചെയ്ത് പേ ചെയ്യാം. നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഗൂഗിൾ പേ പ്രസ് ചെയ്യുന്നു, താഴെ പേ നൗ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ പേയിലേക്ക് അത് റീഡയറക്റ്റ് ആവും. ഇവിടെ നിങ്ങൾ ജസ്റ്റ് എന്താ ചെയ്യേണ്ടത്, പേ നൗ കൊടുക്കുക, നിങ്ങളുടെ പിൻ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പേയ്മെന്റ് ഡൺ ആവും. ഇത്രേ ഉള്ളൂ പരിപാടി. ഇതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഈ പറഞ്ഞ സെയിം സ്റ്റോഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് അവിടെ ഉണ്ടാവും. അപ്പോൾ മക്കളെ, നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ ക്ലാസ്സിൽ എങ്ങനെ ജോയിൻ ചെയ്യണം. സിമ്പിൾ ആണ്, ജസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, നിങ്ങൾക്ക് ഡയറക്ട്ലി ആ കൂപ്പൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ശരി, അപ്പൊ ഞാൻ നിങ്ങളെ ഒരു പ്രാവശ്യം കൂടി ഇൻവൈറ്റ് ചെയ്യാം മക്കളെ. ഇപ്പോഴും ഒന്നും ഡിലൈഡ് അല്ല. നിങ്ങൾ തീരുമാനിക്കുന്നതാണ് നിങ്ങളുടെ ടൈം. നിങ്ങൾ നിങ്ങളുടെ ഒരു വീട് കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം എന്ന് വിചാരിച്ചു. ക്ലീൻ ചെയ്യാൻ 1 മാസം സമയമാണ് നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ നിങ്ങൾക്ക് 1 മാസം കൊണ്ടേ ആ വീട് ക്ലീൻ ചെയ്യാൻ പറ്റും. അല്ല, 1 ദിവസം കൊണ്ട് ക്ലീൻ ചെയ്യണമെന്ന് വെച്ചാൽ ആ 1 ദിവസം കൊണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും, ഡെഫിനറ്റ്ലി പറ്റും. നിങ്ങൾ നോക്കി, ചിലപ്പോൾ അമ്മ പുറത്ത് പോകുമ്പോൾ നമുക്ക് കുറെ ജോലികൾ ഏൽപ്പിച്ചിട്ടായിരിക്കും പോവാം. നമ്മളവിടെ TV ഒക്കെ കണ്ട് ഫോണിൽ കളിച്ച് കിടക്കും. പക്ഷെ അമ്മ വരുന്നു എന്നറിയുന്നതിന്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു 10 സെക്കൻഡ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ടോ ആ പറഞ്ഞ എല്ലാ ജോലികളും നമ്മൾ വളരെ ജസ്റ്റ് ഒരു 10 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാറില്ലേ? കറക്റ്റ് അല്ലേ? അതുപോലെ നിങ്ങൾ തീരുമാനിക്കുന്നതാണ് നിങ്ങളുടെ ലിമിറ്റ്, നിങ്ങൾ തീരുമാനിക്കുന്നതാണ് നിങ്ങളുടെ ഡെഡ് ലൈൻ. അപ്പോൾ നന്നായിട്ട് ആലോചിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മുടെ ഈ ജൂൺ 2025 അറ്റംപ്റ്റിന്റെ ലാസ്റ്റ് ബാച്ച് ആയിരിക്കും. ദിസ് ഈസ് ദ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി മക്കളെ, നിങ്ങൾ ജോയിൻ ചെയ്തോ. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്ത് എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക? വളരെ അഫോർഡബിൾ റേറ്റിൽ ക്വാളിറ്റി കണ്ടന്റ് ഉള്ള ക്ലാസ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് കാണാൻ പറ്റുന്ന രീതിയിൽ ടൈം നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നു. അൺലിമിറ്റഡ് വ്യൂസ് ഉണ്ട്. അത് മാത്രമല്ല, ഇനി ഫൈനാൻഷ്യലി ബാക്ക്വേർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലാസ് പർച്ചേസ് സ്റ്റുഡൻസിന് നമ്മൾ റീഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി നിങ്ങൾ പാസ് ആയില്ല എങ്കിൽ അതിന്റെ റീഫണ്ടിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി നിങ്ങൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സപ്പോർട്ടുകളും, സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ചിന്തിക്കുക, നല്ലൊരു തീരുമാനം എടുക്കുക. ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം. വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്ത് പോകണമെങ്കിൽ നമ്പർ കണ്ടോ, അത് ഹരിപ്രിയാണ്. ഹരിപ്രിയ നിങ്ങളുടെ അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളാണ്. ഹരിപ്രിയ നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ടുകളും സോൾവ് ചെയ്ത് തരും. അപ്പോൾ ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവിടെ പറഞ്ഞുതരും. അപ്പോൾ നമ്മുടെ ക്ലാസ് എന്ന് സ്റ്റാർട്ട് ചെയ്യും, മാർച്ച് 31 സ്റ്റാർട്ട് ചെയ്യും. ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം. കൂപ്പൺ എക്സ്പയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പറഞ്ഞ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ ആ ഒരു പ്രൈസിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ബെസ്റ്റ് ഓഫ് ലക്ക്. നന്നായിട്ട് തീരുമാനിച്ച് നല്ലൊരു തീരുമാനം എടുക്കുക, നന്നായിട്ട് ആലോചിച്ചിട്ട് നല്ലൊരു തീരുമാനം എടുക്കുക. നമുക്കിനി ക്ലാസ്സിൽ കാണാം. ബൈ.